ഒരു വലിയ വീട് കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. പടത്തിൽ ആരെങ്കിലും കാറും കൊണ്ട് പുറത്തേക്ക് പോയി അപ്പം എന്നെ വീൽ ചെയറിലാവും. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായി വീട്ടിൽ. എന്നിട്ട് അവിടുത്തെ വീട്ടുകാർ ഒരു ഗുരുജീനെ വിളിക്കും. ഗുരുജി വന്നിട്ട് പറയും, നിങ്ങളുടെ നാട്ടിലെ പ്രേതത്തിൻ്റെ ബംഗ്ലാവില്ലേ, പ്രേത ബംഗ്ലാവില്ലേ, അവിടെ പോയിട്ട് താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് പറയും. അതും കേട്ട് വിശ്വസിച്ച് പൊട്ടന്മാരെല്ലാവരും കൂടി ആ ബംഗ്ലാവിലേക്ക് പോകും. ആ ബംഗ്ലാവ് കണ്ടാൽ തന്നെ സീനാ. എന്നിട്ട് അവിടെ പോയി താമസിക്കും. പിന്നെ കുറച്ച് ലൊട്ട വില്ലന്മാർ വന്നിട്ട് സ്കൂൾ ബസ് ബോംബ് വെച്ച് പൊട്ടിക്കാൻ പോകും. അപ്പം നമ്മുടെ നായകൻ്റെ എൻട്രി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ആവശ്യമില്ലാണ്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് കോലിടും. അപ്പം കോലിട്ടിട്ട് ഒരു കോലായ സ്ഥിതിക്ക് അവിടെ നടുക്ക നിൽക്കുക. അപ്പം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വരും. എന്നെ കൊണ്ട് തോറ്റു, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. പിന്നെ ലോറൻസും വടിവേലും കൂടി ഒരു വെറുപ്പിക്കലുണ്ട്. പോട്ടുക്കത്തെ വെറുപ്പിക്കല. പിന്നെ മൂപ്പരുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. തനിയെ പൂരം കാണാൻ നീ പോന്നതല്ലേ, എന്നെഞ്ചിനുള്ളിൽ കിടുകിടാന്ന് ഊതുന്നു വിസില്. തലയിൽ മുല്ലാമൊട്ടു ചൂടിയ കുയിലെ, നിൻ പിന്നാലെ ഈ പൂവാലന്മാർ ഓടുന്നതെന്തേ? പിന്നെ അവൻ അവിടുത്തെ ഒരു ചെയറിലേക്കുമ്പോൾ അവൻ്റെ പഴയ കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഓർക്കും. മൂപ്പർക്ക് ഒരു ലവർ ഉണ്ട് പഴയ കാലത്ത്. ആ ലവർ ഒരു കരിമ്പുലി കടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ഡൂഡ് വന്ന് രക്ഷിക്കും. പിന്നെ നമ്മുടെ നായകൻ പുലി വരുമ്പോൾ നമ്മൾ ഈച്ചനാട്ടി കളയണ മാതിരി പുലീനെ ഒരു തട്ടങ്ങ് തട്ടും. എൻ്റെ മോനെ, പുലി തീർന്നു, ഒറ്റ കുത്ത്. വിജയണ്ണം പോലും ഇത്രയ്ക്ക് അപമാനിച്ചിട്ടില്ല പുലീനെ. ചേട്ടാ, അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. നമ്മുടെ നായകന് കങ്കണ ചേച്ചിന് ഇഷ്ടമായി. പക്ഷെ കങ്കണ ചേച്ചിക്ക് വേറെ ലവർ ഉണ്ട്. അപ്പൊ അവനെ നമ്മുടെ നായകൻ വെട്ടും. ഇതെന്താടാ കങ്കണ ചേച്ചി സ്റ്റക്കായി നിക്കണത്? എന്നിട്ട് കങ്കണ ചേച്ചിനെ അങ്ങ് കത്തിക്കും. എന്നിട്ട് കാലത്തേക്ക് വരും. കാലത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു കോപ്രായങ്ങളൊക്കെ കാട്ടും. പിന്നെ ഒരു VFX പട്ടിയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നുമോനെ, സീനാണ്. എന്താടാ ഇത് VFX പട്ടിയെന്ന് ആർക്കടാ അറിയാത്തത്? പിന്നെ നമ്മുടെ കങ്കണ ചേച്ചിയുടെ കങ്കണ കാണാൻ വന്ന ഒരു പയ്യൻ്റെ തലയങ്ങ് കങ്കണ ചേച്ചി അങ്ങ് വെട്ടിക്കളയും. അങ്ങനെ ഭൂതം അങ്ങനെ പോവും. പിന്നെ ഇനി ഇതിന് അടുത്ത പാട്ടുണ്ടെന്ന് പറഞ്ഞ് അവസാനിക്കും.